ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു നഖം വെട്ടി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ നഖമൊക്കെ വെട്ടുമ്പോൾ നഖം വെട്ടി ഉപയോഗിച്ചിട്ട് നഖം വെട്ടുന്ന സമയത്ത് ഈ നഖം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറിച്ച് പോവാറുണ്ട്. അപ്പോൾ അതുപോലെ തെറിച്ച് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്, നമ്മൾ നഖം വെട്ടുന്ന സമയത്ത് ഒരു സെല്ലോ ടേപ്പ് എടുക്കുക. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നഖം വെട്ടിയുടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നഖം വെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയിൽസൊക്കെ ഈ ഒരു സെല്ലോ ടേപ്പിൽ ഒട്ടിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഇപ്പോൾ നഖം വെട്ടിയപ്പോൾ എൻ്റെ നഖമൊക്കെ ഈ ഒരു സെല്ലോ ടേപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാ നഖമൊക്കെ വെട്ടി കഴിഞ്ഞതിന് ശേഷം ഈ സെല്ലോ ടേപ്പ് ഊരി നമുക്ക് വേസ്റ്റിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സെല്ലോ ടേപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു അരികുവശം കണ്ടുപിടിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ചില സമയത്ത് ഇത് കിട്ടാതെ നമ്മൾ ഈ സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴൊക്കെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു സ്റ്റിക്ക് ഇതിൻ്റെ അരികുവശത്ത് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ നേരത്ത് ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഇനിയിപ്പോൾ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള സ്ലൈഡോ അതല്ലെങ്കിൽ പിന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഒട്ടിച്ച് വയ്ക്കാവുന്നതാണ്. ഇതൊരു നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കടകളിലൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുന്ന ബോട്ടിൽസ് പിന്നീട് യൂസ് ചെയ്യാമെന്ന് വെച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് നമ്മൾ വാങ്ങിച്ച സാധനത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. ആ ഒരു സ്മെല്ലില്ലാതിരിക്കുന്നതിനായിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണിത്. ഇതിപ്പോൾ ഒരു സോസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ വെള്ളം എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സോസിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. അത് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ സോസിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി കളയാം. കുപ്പി കഴുകിയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ കുലുക്കി കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള ആ ഒരു സോസിൻ്റെ ഇതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇതിനകത്ത് സോസിൻ്റെ സ്മെല്ലുകളൊന്നും ഉണ്ടാവുകയില്ല. ഇതുപോലെ നമ്മൾ എന്ത് കുപ്പി വാങ്ങിച്ചാലും നമ്മൾ പിന്നീട് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് കുഴയ്ക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണിത്. ഞാൻ ദേ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ആയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ മനസ്സിലാകും. നമ്മൾ മിക്സ് ചെയ്യുന്നതനുസരിച്ച്. പിന്നെ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മാവും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരം അടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഈ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചപ്പാത്തിയാണോ പൂരിയാണോ എന്താവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ മാവ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറൊക്കെ വൃത്തികേടായി എങ്ങനെ കഴുകിയെടുക്കുമെന്ന് ഓർത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മൾ മാവ് കുഴച്ച ഉടനെ തന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഉള്ളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മാവുകളൊക്കെ ഇളകി പോരുന്നതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ലിക്വിഡോ സോപ്പോ എന്തെങ്കിലും ഇട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഇനി അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കുക്കറിൽ പാത്രം കഴുകുന്ന സോപ്പ് ഇട്ടിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണിത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10 രൂപയുടെ വിം ബാറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കവർ പൊളിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വിം ബാർ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
പിന്നെ ഞാൻ ഇവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നാരങ്ങ നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ യൂസ് ചെയ്ത നാരങ്ങയുടെ തൊലി ഒരു 4 മുറിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടിച്ചിട്ട് ഗ്യാസിൽ വെച്ചതിന് ശേഷം ഒരു 2-3 വിസിൽ വരണം. ഒരു വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സോപ്പ് അലിഞ്ഞ് കിട്ടുകയില്ല. സോപ്പ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. അല്ലെങ്കിൽ തന്നെ സാധാരണ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പൊക്കെ അലിഞ്ഞു കിട്ടുന്നതായിരിക്കും. പിന്നെ കുക്കറിൽ അടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നാരങ്ങയുടെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് 2-3 വിസിൽ അടിച്ചതിന് ശേഷം ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇനി നമുക്ക് ഈ സോപ്പ് ഇതിനകത്തേക്കൊന്ന് ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ നാരങ്ങയുടെ തൊലിയൊക്കെ ഇതിനകത്ത് എടുത്ത് കളയുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലേക്ക് ഞാൻ ഈ ഒരു സോപ്പ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ലിക്വിഡ് നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ. നമ്മളിപ്പോൾ വെള്ളം മിക്സ് ചെയ്താലും ഇതിന് നല്ല പതയൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ സോപ്പ് ഉപയോഗിച്ചിട്ട് പാത്രം കഴുകുമ്പോൾ അതിനകത്ത് ഈ സോപ്പിൻ്റെ ചെറിയ പൊടി പോലെ ഇരിക്കുന്നുണ്ടാവും പാത്രത്തിൽ. പക്ഷേ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതുപോലെയൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു 10 രൂപയുടെ വിം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നമുക്കിത് 1 മാസത്തേക്കൊക്കെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.